I'm Jasmine. Thank you for watching my YouTube channel. നിങ്ങളിപ്പം വിചാരിക്കും ഞാൻ ഇന്ന് എന്താ സാരി ഉടുത്തിരിക്കുന്നതെന്ന്. ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു ഇന്ത്യൻ സ്കിൻ മേക്കപ്പ് വിത്ത് ന്യൂഡ് ലിപ്സ് ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് ഞാൻ ഒരു സാരി ഉടുത്തന്നേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റീവ് സീസൺ വരാൻ പോവുകയാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, ഉത്സവം, തെയ്യം, അങ്ങനെ നിറയെ ഫെസ്റ്റിവൽസ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഡാർക്ക് ലിപ്സോ മീൻസ് പിങ്ക് കളറ് റെഡ് കളറൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്ക് കുറച്ചൊരു നാച്ചുറൽ ഒരു മേക്കപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ പ്രത്യേകിച്ച് വില്ലേജ് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി മേക്കപ്പൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ എന്തോ കാണുന്ന പോലെ തോന്നും. ഇപ്പം ടൗണിൽ താമസിക്കുന്നവർക്കൊന്നും അത്ര വലിയ പ്രോബ്ലം കാണത്തില്ല. അപ്പം നമുക്ക് എന്നാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കാണുന്നവർക്ക് ഇതൊന്നും യൂസ് ചെയ്യാതെ എന്നാൽ നല്ല സുന്ദരിയായിട്ട് എങ്ങനെ മേക്കപ്പ് ഇടാൻ നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എൻ്റെത് കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഹിമാലയയുടെ ഈ നൗറിഷിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് യൂസ് ചെയ്യാം. ചെറിയൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ, അധികം ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ മേബിലിൻ്റെ 235 ഈ നമ്പറുള്ള ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോഴും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സൂട്ടാവുന്നെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ. അപ്പോൾ ഞാൻ പിന്നെ ഈ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് കുറച്ച് ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ബ്ലെൻഡ് ചെയ്യാം. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴും കുറച്ച് ഈ മോയ്സ്ചറൈസറിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ സ്കിൻ നമുക്ക് മനസ്സിലാവും. നെക്കിൽ യൂസ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ രണ്ടും 2 ടോണായിപ്പോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഏകദേശം യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. അതും ഞാൻ മേബിലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് മേബിലിൻ പ്രോഡക്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്കിന്ന് നന്നായിട്ട് സൂട്ടാവുന്നത് എല്ലാം മേബിലിൻ്റെ പ്രോഡക്ട്സാണ്. ഇത് 235 തന്നെയാണ്. നോക്കാം, ഇതും ഈ ഫൗണ്ടേഷനും 235, കോമ്പാക്ട് പൗഡറും 235. അപ്പോൾ എപ്പോഴും അത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും വാങ്ങിക്കാനായിട്ട്. കോമ്പാക്ട് അപ്ലൈ ചെയ്യാം.
ഇപ്പം നിങ്ങളുടെ ഫേസിനകത്ത് ഒത്തിരി പിമ്പിൾസ് വന്നതോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു കൺസീലർ യൂസ് ചെയ്യാം. ഇതാണ് കൺസീലർ. എനിക്ക് അങ്ങനെ അധികം വലിയ പാടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും പിമ്പിൾ വല്ലതും വരുന്ന ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് നേരിട്ട് കോമ്പാക്റ്റ് തന്നെ അപ്ലൈ ചെയ്യാം. കഴുത്തിൽ ഇടണം. ഓക്കേ, നമ്മളപ്പോൾ കഴുത്തിലും ഫേസിലും ഇട്ടു. അടുത്തത് ഐബ്രോ പെൻസിൽ. ഞാൻ നേരത്തെ ട്യൂട്ടോറിയലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐബ്രോ പെൻസിൽ എങ്ങനെ യൂസ് ചെയ്യാനുള്ളതെന്ന്. അപ്പം ഞാൻ ഈ ബ്രൗൺ ഷെയ്ഡിൽ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാ ഡ്രസ്സിന് മാച്ച് ആവുന്നതോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്കോ ലൈറ്റ് യെല്ലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. ഐഷാഡോ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കൊരു ബ്ലഷർ യൂസ് ചെയ്യാം. ബ്ലഷർ എന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രോൺസർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കളറ് ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് നന്നായിട്ട് സൂട്ട് ആവുന്ന ഒരു കളറാണ്. അതുമല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തറിയിക്കുന്നതുമില്ല നമ്മൾ ബ്ലഷർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റിലത്തെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഞാൻ ഏത് കാജലാണ് യൂസ് ചെയ്തതെന്ന്. ഞാൻ മേബിളിൻ്റെ ഈ ജെൽ ടൈപ്പിലുള്ള കാജലാണ് ഞാൻ അന്ന് യൂസ് ചെയ്തത്. അന്ന് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ കണ്ണെഴുതുന്നതിനൊക്കെ താഴെ എഴുതുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ചേരുന്നതെന്ന് തോന്നാറുണ്ട്. ഞാൻ അതുകൊണ്ട് കണ്ണ് താഴെ മാത്രമേ ഇന്ന് എഴുതൂ.
നമ്മളിപ്പോൾ കാജൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കാജൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, അടുത്തത് ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇതും മേബ്ലിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്, ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിന്ദി യൂസ് ചെയ്യാം. ഞാനപ്പോൾ എൻ്റെ സാരിയുടെ ഈ ഷെയ്ഡിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ബിന്ദി യൂസ് ചെയ്യാണ്. കാരണം സാരി ഉടുക്കുമ്പം ബിന്ദി ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ന്യൂഡ് ലിപ്സ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ഞാൻ ലാബെല്ലോടെ ഈ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയുടേതാണ്. ഓക്കെ, അടുത്തത് ഇത് മേബിളിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. നമ്പർ എത്രയാണ്? ചാമിങ് പിങ്ക്, L15 ചാമിങ് പിങ്ക് ആണ്. ഇത് ന്യൂഡ് ലിപ്സ് ആണ്, മീൻസ് ഒരു മാറ്റി ലുക്ക് തരും. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. കാരണം നമ്മുടെ ഏകദേശം ലിപ്സിന്റെ കളർ തന്നെയാണ്, നാച്ചുറൽ കളർ ആയിരിക്കും. നമുക്കിപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഞാൻ ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, വലുതായിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. കാരണം ഇന്ത്യൻ സ്കിന്നിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സ്കിൻ മേക്കപ്പ് വിത്ത് ന്യൂഡ് ലിപ്സിൻ്റെ ട്യൂട്ടോറിയൽ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ടാറ്റാ.